ഹായ് ഹലോ. ഞങ്ങൾ അംഗൻവാടി വർക്കേഴ്സ് ഈ ജൂൺ മാസത്തിൽ ഈ മഴക്കാലത്ത് ടൂർ പോയ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ വാഗമണ്ണിലെത്തിയതാണ്. വാഗമണ്ണിലത്തിൽ എല്ലാവരും നല്ല വിവിധ വർണ്ണങ്ങളിലുള്ള കോട്ടൊക്കെ ധരിച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെയാണ്. ഇത് ഞങ്ങളുടെ സാറാണ്. സാറുമൊക്കെ ഞങ്ങളുടെ ഒപ്പം കൂടി ഞങ്ങളിൽ ഒരാളായിട്ട്. സാറിന് ഞങ്ങൾ ടൂറൊക്കെ പോയ കഥയൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. വരാൻ വേണ്ടി അങ്ങനെ വന്നതാണ്. സാർമാർ അവരുടെ പിള്ളേരെയൊക്കെ കൂട്ടി. ഈ സംഘത്തിൽ 7 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ളവരൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരേ മനസ്സും ഒരേ ഇതിലാണ് എനിക്കവിടെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞത്. എല്ലാവരും നല്ല ഒത്തിരി സന്തോഷിച്ച ഒരു ടൂറായിരുന്നു. വളരെ മനോഹരമായിരുന്നു ഞങ്ങളുടെ ടൂർ അനുഭവം. ഈ ചാറ്റൽ മഴയും മഞ്ഞും ഒക്കെ കൂടിയാണ് ഒരു നല്ല ഇതാണെങ്കിൽ ഞങ്ങൾ കാടിനുള്ളിലൂടെ യാത്ര ചെയ്തു. വളരെ സാഹസികമായ ഒരു യാത്രയായിരുന്നു. നല്ല രസമായിരുന്നു. എല്ലാവരും ഒരുപോലെ കൊച്ചുകുട്ടികളുടെയൊക്കെ കൂടി എല്ലാവരും ഒരുപോലെ. ഞങ്ങളുടെ കൂടെ വനപാലകരുണ്ടായിരുന്നു. അവർ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ ഇറങ്ങി വന്നത് അഞ്ചുരുളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതും ഒരു ഭയങ്കരമായ നല്ല ഒരു കാഴ്ച തന്നെയാണ്. കണ്ണിന് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പ്രകൃതിയോട് ചേർന്നുള്ള ഓരോ കാഴ്ചകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇത് ഇത്ര നല്ല ഭംഗിയുള്ള കാഴ്ചയാണെന്ന് നോക്കിക്കേ. ഇത് കാൽവറി മൗണ്ടിലെയാണ്. ഈ കാൽവറി മൗണ്ടിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത കാഴ്ചകൾ അവിടെ ചെന്ന് കണ്ടിട്ട്. നമ്മുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നതിലുമൊക്കെ ഒരുപാട് മനോഹരമാണ്. നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ചയാണ് ഇവിടെ. മറ്റുള്ളതൊക്കെ ക്യാമറയിൽ എടുക്കുന്നതിലൊക്കെ ഒരുപാട് നല്ല ഒരു അനുഭവം. കാടിൻ്റെ ആ വശ്യത, കാടിനുള്ളിലൂടെ നടക്കുമ്പോൾ ചീവീടുകളുടെ ശബ്ദവും കിളികളുടെ ശബ്ദവും ഒക്കെ ഒത്തിരി എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ അതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ, ഇഷ്ടപ്പെടുന്നവർക്ക് ഈ യാത്ര ഒരു നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവരും നോക്കിക്കേ, വിവിധ വർണ്ണങ്ങളിലുള്ള മഴക്കോട്ടൊക്കെ ധരിച്ച് എല്ലാവരും തന്നെ നല്ല സന്തോഷത്തിലായിരുന്നു. ഞങ്ങളൊരുപോലെ ഒന്നിച്ച് എല്ലാവരും ആസ്വദിച്ച ഒരു ടൂറായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ടൂറ് പോകണമെന്ന് തീരുമാനിച്ച് ഞങ്ങളങ്ങ് പോയി. അപ്പം പോയി കഴിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായത് നമുക്ക് കാലാവസ്ഥയോ ഏത് കാലാവസ്ഥയിലും നമുക്ക് പോകണമെന്ന് വിചാരിച്ചാൽ പോകാൻ പറ്റും എന്നുള്ളതായിരുന്നു. അതിനായിട്ട് പ്രത്യേക സമയമൊന്നും വേണ്ട എന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി. അതോടൊപ്പം ഞങ്ങൾ ജോലിയിൽ കൂടുതൽ ജോലിഭാരം അംഗൻവാടി ടീച്ചേഴ്സിനൊക്കെ അറിയാമല്ലോ. ജോലിഭാരമൊക്കെ കൂടി ടെൻഷനാണെന്ന് പറയുമ്പോൾ അപ്പോഴാണ് ഞങ്ങൾ പറയും എങ്കിൽ നമുക്കൊരു ടൂറ് പോയേക്കാം. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടൂറ് പോകാറുണ്ട്. ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒരു ടൂറും അല്ലെങ്കിൽ 2 വർഷം ഒരു വർഷത്തിൽ 2 ടൂറും ഒക്കെ ആയിപ്പോവും. ഞങ്ങളങ്ങനെയൊക്കെ അങ്ങ് എപ്പോൾ പോകണമെന്ന് തോന്നുന്നു അപ്പോഴങ്ങ്